ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം. ഏകദേശം ഒരു വർഷം മുമ്പ് PCOD PCOS തുടങ്ങി ഇൻഫെർട്ടിലിറ്റി സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു സാഹചര്യം നമുക്ക് ഇപ്പോഴാണ് ഒത്തു വന്നിട്ടുള്ളത്. ഈ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നത് തിരൂർ സൂര്യ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന നിള വിമൺ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ ആണ്. ഇവിടുത്തെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ അഭിഷേക് രാധാകൃഷ്ണൻ, ഡോക്ടർ രേവതി മുരുകവേൽ എന്നിവർ നമ്മോടൊപ്പം ചേരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് 2 ഡോക്ടേഴ്സ് നമ്മോടൊപ്പം ചേരുന്നുണ്ടാണ്. അപ്പോൾ ആ ഡോക്ടേഴ്സ് നമ്മോടൊപ്പം ഉണ്ട് കേട്ടോ. ഹായ് ഡോക്ടർ. ഹായ്, എൻ്റെ പേര് ഡോക്ടർ രേവതി. ഞാൻ ഇവിടുത്തെ ഫെർട്ടിലിറ്റി കൺസൾട്ടൻ്റ് ആണ്. ഞാൻ ഡോക്ടർ അഭിഷേക് രാധാകൃഷ്ണൻ. ഞാൻ നില വിമൻ ആൻഡ് ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ഫെർട്ടിലിറ്റി കൺസൾട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കപ്പിൾസിന്, അതായത് പ്രഗ്നൻ്റ് ആവുന്ന കപ്പിൾസിന് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മുടെ സർവീസസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇവാലുവേഷൻ ചെയ്യും. അതായത് ഇവിടെ കപ്പിൾസ് വരുമ്പോഴത്തേക്ക് പ്രശ്നം എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തരുന്നത്. സോ ഇവിടെ നമ്മൾ ഓവുലേഷൻ സ്റ്റഡി, പിന്നെ ഓവുലേഷന് വേണ്ടിയുള്ള മരുന്ന് കൊടുക്കും, പിന്നെ ബീജപരിശോധനം, IUI, IVF, ICSI, എഗ് ഡൊണേഷൻ, എഗ് ഫ്രീസിങ് എന്ന ട്രീറ്റ്മെൻറ്റ് സർവീസസ് ആണ് നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലേ, അതിനൊക്കെയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമ്മുടെ ഡോക്ടേഴ്സ് നമുക്ക് തരുന്നതായിരിക്കും. പിന്നെ ഡോക്ടർ, നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടന്നാലോ? അപ്പോൾ ഡോക്ടറോട് തന്നെ ചോദിക്കാം, എന്താണ് ഈ PCOD, അതായത് PCOS, ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? ബേസിക്കലി നമ്മൾ ആദ്യം പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് സിസ്റ്റിക് എന്ന് പറഞ്ഞാലും പല പേരും വിചാരിക്കുന്ന സിസ്റ്റ് ഉണ്ടാവും എന്നാണ്. അങ്ങനെയല്ല. ഇത് എല്ലാ മാസവും സാധാരണ സ്ത്രീകൾക്ക് അണ്ഡം വളർന്നു വരും. പോളിസിസ്റ്റിക് ഓവറീസ് ഉള്ള ആൾക്കാരനെ ഹോർമോണൽ ഇംബാലൻസ് കാരണം കൊണ്ട് അണ്ഡം വളർന്നു വരുന്നില്ല. എല്ലാം കൂടി ഒരു ചെറിയൊരു സൈസ് എത്തിയിട്ട് അവിടെ അറസ്റ്റ് ആവും. അത് കഴിഞ്ഞ് വളർന്നില്ല. സോ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ അണ്ഡം വളരാനുള്ള മരുന്നാണ് കൊടുക്കുന്നത്. സോ ഇതാണ് സ്കാനിൽ കാണുമ്പോൾ നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞു സിസ്റ്റ് പോലെ കാണുന്നത് കൊണ്ടാണ് അതിൻ്റെ പേര് പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറയുന്നത്. സോ സിൻഡ്രോം ആണോ ഡിസീസ് ആണോ എന്നുള്ളത്, സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കുറേ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇതിനോട് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് അന്ന് സിൻഡ്രോം എന്ന് പറയുന്നത്. ഒബേസിറ്റി ആയാലും ഡയബറ്റീസ് വരുന്നതായാലും കൊളസ്ട്രോൾ ലെവൽസ് കൂടുന്നതായാലും ഇതൊക്കെയും കൂടി വരുമ്പോഴാണ് അന്ന് സിൻഡ്രോം എന്ന് പറയുന്നത്. യൂഷ്വലി PCODയിൽ വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഇറെഗുലർ സൈക്കിൾസ് ആവാം, ഹെവി ബ്ലീഡിങ് ആവാം, ഇങ്ങനെയൊക്കെയുള്ള, പിന്നെ അണ്ഡം വളർന്നു വരാത്തതുകൊണ്ട് കുട്ടികളാവാൻ പ്രശ്നമായിട്ട് കാണും. അപ്പോൾ ഡോക്ടർ, PCOD ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവുന്നുണ്ടോ? ഇത് പൂർണ്ണമായിട്ട് മാറുന്നൊരു അസുഖമാണോ? അതുപോലെ തന്നെ PCODക്ക് പറ്റിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നതാണ് അടുത്തൊരു ചോദ്യം. PCOD ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാണോ എന്ന് ചോദിച്ചാൽ യെസ്. കാരണം ഓവുലേഷൻ, അണ്ഡം എല്ലാ മാസവും വളർന്നു വരുന്നില്ല എന്നുള്ളത് തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമായിട്ട് മാറും. എല്ലാ PCOD ഉള്ളവർക്കും പ്രശ്നം വരും എന്ന് പറയാൻ പറ്റത്തില്ല. ഓവുലേഷൻ നടക്കാത്ത ആൾക്കാരനാണ് കൂടുതലും പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉള്ളത്. സോ അവർക്കാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അണ്ഡം വളരാനുള്ള മരുന്ന്, പുറത്തിരുന്ന ഹോർമോൺസ്, ഇതൊക്കെ കൊടുക്കുമ്പോൾ അണ്ഡം വളർന്നു വരും. എളുപ്പമായിട്ട് തന്നെ പ്രഗ്നൻ്റ് ആവാൻ കഴിയും. കൂടുതൽ സാധ്യതകളിൽ എളുപ്പമായിട്ട് പ്രഗ്നൻ്റ് ആവാൻ കഴിയും എന്നാണ്. പക്ഷെ ഡെഫിനറ്റ് ക്യൂർ ഫോർ PCOD, ഇത് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ പ്രോബബ്ലി നോട്ട്. അതിനൊരു ഡെഫിനറ്റ് ക്യൂർ എന്ന് പറഞ്ഞാൽ, ഇത് മാറ്റുന്നുണ്ടെങ്കിൽ വെയ്റ്റ് ലോസ്, അതാണ് അതിൻ്റെ ഒറ്റ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലീഡിങ് നിൽക്കാനുള്ള അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കും ചെയ്യുന്നത്. കുട്ടികളാവണം എന്നുള്ളതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബട്ട് ഡെഫിനറ്റ് ക്യൂർ എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ലോസ് ആണ് അതിന് ഡെഫിനറ്റ് ക്യൂർ. അപ്പോൾ ഡോക്ടർ, PCODക്കുള്ള ഡയറ്റ് പ്ലാനുകൾ എന്തൊക്കെയാണ്? അതെനിക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഡോക്ടറുടെ അഭിപ്രായം എന്താണ്?
സി പി സി ഒടിക്ക് രണ്ടും വേണം. വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ വൺ ഇസ് ഡയറ്റ്, മറ്റത് എക്സസൈസ് ആണ്. സോ ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ഏതും കഴിക്കണ്ടെന്ന് വെക്കുന്നത് ഒരു സൊല്യൂഷൻ അല്ല. പ്രാക്ടിക്കലി നമ്മളിപ്പോൾ ചോറ് കഴിക്കണ്ടെന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളൊരു പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രാക്ടിക്കലി നമ്മളത് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ മാർക്ക്. സോ ബേസിക്കലി കൂടുതലും ഫൈബർ റിച്ച് കണ്ടന്റ് ഉള്ള വെജിറ്റബിൾസ് ആയാലും ഫൈബേഴ്സ് കൂടുതലും കഴിക്കാം. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം കൂടുതൽ, ദാറ്റ് മീൻസ് കൂടുതലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. ലീൻ പ്രോട്ടീൻസ് അത് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ പോർഷൻ കുറയ്ക്കാമെന്നല്ലാതെ തീരെ അവോയ്ഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, സോ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് സമയത്ത് കഴിക്കുക. കറക്റ്റ് സമയത്ത് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പോർഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നല്ല വിശന്നിട്ട് ഇപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിശന്ന് കഴിക്കുമ്പോൾ നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ യു ഹാവ് ടു ഈറ്റ്. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക, ഇതൊക്കെയും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇൻ അഡീഷൻ ടു ഓൾ ഓഫ് ദീസ് എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് ഏത് വിധത്തിലാണെങ്കിലും ആവാം. വാക്കിംഗ്, സിമ്പിൾ വാക്കിംഗ്, ബ്രിസ്ക് വാക്കിംഗ്, രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ നടക്കുക, യോഗ, അല്ലെങ്കിൽ ജിമ്മിൽ പോവുകയാണെങ്കിൽ ജിമ്മിൽ പോവുക, ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്സ് ചെയ്യുക. സോ വാട്ട് എവർ ഇറ്റ് ഇസ് റെഗുലർ, അതാണ് ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. 10 ദിവസം ജിമ്മിൽ പോയി കുറഞ്ഞു പിന്നെ നിർത്തി, ദാറ്റ് ഈസ് വെരി ബാഡ്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യം റെഗുലറായിട്ട് ചെയ്യുക. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതും അത് തന്നെയാണ്. ചോറ് കഴിക്കാതെ ഇരിക്കുന്നത്, 1 മാസം നമ്മൾ കഴിക്കാതെ ഇരുന്നിട്ട് 4 കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ചോറ് പിന്നെ എത്രത്തോളം നമുക്ക് ഇരിക്കാൻ പറ്റും? ലൈഫ് ലോങ് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് വാട്ട് എവർ യു ഡു, പി സി ഒടിക്ക് നമ്മൾ എന്ത് ചെയ്താലും അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, ലൈഫ് ലോങ് മോഡിഫിക്കേഷൻ ആയിരിക്കണം. സോ നമ്മൾ കുറച്ചൊരു ഡിസിപ്ലിൻഡ് ലൈഫ് സ്റ്റൈലിലേക്ക് എത്തിച്ചേർന്നതാണ്. ഇപ്പോൾ ഡോക്ടർ, ഈ ഒരു ഡയറ്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പി സി ഒ ഡിക്കാര്. പി സി ഒ ഡിക്കാർക്ക് എഗ്ഗ് കഴിക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ ചിക്കൻ കഴിക്കുന്നതുകൊണ്ടും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അതെ, ഇത് പല പേരും നമ്മളോടും ചോദിക്കാറുണ്ട്. ചിക്കനും എഗ്ഗും അല്ല അവിടുത്തെ കൾപ്രിറ്റ്. നമ്മൾ ചിക്കൻ എങ്ങനെയാണ് കഴിക്കുന്നതെന്നുള്ളതും അതിൻ്റെ ഒരു ഇതാണ്. വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. എത്രയാണ് നമ്മൾ കഴിക്കുന്നതെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബ്രോസ്റ്റ് ആണോ കഴിക്കുന്നത്, ഫ്രൈഡ് ആയിട്ടുള്ള ബ്രോസ്റ്റ് ആണോ കഴിക്കുന്നത്, അല്ല ഷവർമ ഇതാണോ കഴിക്കുന്നത്, തന്തൂരി ആണോ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി കാലറി ഇൻടേക്ക് നോക്കുമ്പോൾ തന്തൂരി ഓയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും, ഗ്രിൽഡ് ഓയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറവായിരിക്കും. സോ നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നതെന്നുള്ളതാണ്. ഓക്കെ, സോ എഗ് ഇസ് നോട്ട് ബാഡ്, ചിക്കൻ ഇസ് നോട്ട് ബാഡ്, ഇതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇൻഫാക്ട് നല്ലതാണ്, പ്രോട്ടീൻസ് ആണ് അത്. അപ്പോൾ ഡോക്ടർ, നമുക്ക് പി സി ഒ ഡി പേഷ്യൻസിന് അണ്ടത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പി സി ഒ ഡിയിൽ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയാൻ കാരണം അഗെയിൻ ഇത് തന്നെയാണ്, ഒബേസിറ്റി, പിന്നെ ഹോർമോണൽ ഇംബാലൻസ് കാരണം കൊണ്ടാണ് അണ്ടത്തിൻ്റെ ക്വാളിറ്റി പലപ്പോഴും കുറയുന്നത്. സോ നമുക്ക് അഗെയിൻ ഇത് തന്നെയാണ്, തടി കുറയ്ക്കാനുള്ള എന്തൊക്കെയാണ് അവ ചെയ്യാൻ പറ്റുന്നത്. തടി കുറയ്ക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഹോർമോണിൻ്റെ ഇംബാലൻസ്, ഞാൻ പറഞ്ഞ് ഹോർമോണിൻ്റെ ഇംബാലൻസ് കറക്റ്റായി വരും. സോ നല്ലൊരു ഡയറ്റ് ശ്രദ്ധിക്കുക, എക്സസൈസ് ശ്രദ്ധിക്കുക, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതൊക്കെയും ബെറ്ററായി വരും. പി സി ഒ ഡി പേഷ്യൻസിന് പറ്റിയ ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ ഈ IUI ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്? എല്ലാ പി സി ഒ ഡി പേഷ്യൻസിനും IUI ഒന്നും വേണ്ടി വരത്തില്ല, IVF ഒന്നും വേണ്ടി വരത്തില്ല. ബട്ട് കോഎക്സിസ്റ്റിംഗ് ആയിട്ട്, ഇനി കോഎക്സിസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതേ പേഷ്യൻറ്റിന് മെയിൽ ഫാക്ടർ ഉണ്ട്, ഇപ്പോൾ ഹസ്ബൻഡിനും പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്, അവർക്കൊക്കെ ഡെഫിനറ്റ്ലി IUIയോ IVFോ വേണ്ടി വരും. IUI പി സി ഒ ഡിയിൽ കുറച്ചും കൂടി ഒരു ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് പറയാൻ കാരണം സെക്രീഷൻസ് ഹോർമോൺ ബേസ്ഡ് ആണ്. ഈ സെർവിക്സിൽ നിന്ന് വരുന്ന ഉള്ളിലുള്ള സെക്രീഷൻസ് ഹോർമോൺ ബേസ്ഡ് ആണ്. സോ അത് അത്ര ഫേവറബിൾ ആയിരിക്കില്ല പി സി ഒ ഡി ഉള്ള പേഷ്യൻസിൽ. സോ IUI അവരിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ മരുന്ന് കഴിച്ച് ഒരുപാട് മാസങ്ങൾ മരുന്ന് കഴിച്ചായിട്ടില്ല, ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളവർക്ക്
IUI ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഡോക്ടർ, കൺസീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പേടിയാണ് മിസ്കാരേജ് എന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവും. അത് PCOD ഒരു കാരണമാണോ? PCOD സ്ലൈറ്റ് റിസ്ക് ഉണ്ടെന്നാണ്. PCOD ഉള്ളവർക്ക് അബോർഷൻ്റെ ചെറിയൊരു ഇൻക്രീസ്ഡ് റിസ്ക് ആണ്. അഗെയിൻ ഇതന്നെയാണ്, ഹോർമോണൽ ഇംബാലൻസ് ആണ്, അണ്ടത്തിൻ്റെ ക്വാളിറ്റി മോശമാണ്, ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇതൊക്കെയാണ് ഒരു റീസൺ ആയിട്ട് മാറുന്നത്. സോ ചെറിയ മെഡിക്കേഷൻ, സപ്ലിമെൻറ്റ്സ്, പിന്നെ അതേപോലെ സപ്ലിമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ കുറച്ച് മെഡിക്കേഷൻസ് നമ്മളായിട്ട് ഈ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാനും പിന്നെ ഹോർമോണൽ ഇംബാലൻസ് കുറയ്ക്കാനും മെറ്റ്ഫോമിൻ അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ വെയിറ്റ് ലോസും ഇതും എല്ലാം കൂടി, വെയിറ്റ് ലോസും എക്സസൈസും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് അബോർഷൻ്റെ സാധ്യത നല്ലൊരു ശതമാനം കുറയ്ക്കാൻ സാധിക്കും എന്നാണ്. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് ഇത് തന്നെയാണ് റീസൺ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല. ഈ മിസ്കാരേജ് ആവാൻ വേറെ വല്ല കാരണങ്ങളുണ്ടോ? വേറെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ മിസ്കാരേജ് ആവുന്നത്? ഒരുപാട് പേർക്കുള്ള ഡൗട്ട്സ് ആയിരിക്കും. സോ ഒരു മിസ്കാരേജിനുള്ള മോസ്റ്റ് കോമൺ കോസ് ഒരു ജനറ്റിക് കോസ്. ജനറ്റിക് കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീൻസിലുള്ള പ്രശ്നങ്ങൾ. യൂഷ്വലി മോർ ദാൻ 2 മിസ്കാരേജസ്, അതായത് 2 അബോർഷനിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ നടത്തും. അതായത് ഇതിൻ്റെ കാരണം എന്താണെന്ന് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. സോ ഇതിന് നമ്മൾ 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒരെണ്ണം ഹസ്ബൻഡും വൈഫിൻ്റെ ഒരു ജനറ്റിക് സ്റ്റഡി, അതൊരു ബ്ലഡ് ടെസ്റ്റ് വഴിയാണ് നമ്മളത് നോക്കുന്നത്. അതിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ പ്രോബ്ലംസ് നോക്കും. ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ആൻറ്റിഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡീസ്, ലൂപ്പസ്, പ്രോട്ടീൻ ഡെഫിഷ്യൻസി, ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇതിലെന്തെങ്കിലും പോസിറ്റീവായിട്ട് വന്നാൽ നമ്മൾ പ്രഗ്നൻസിയിൽ ഇഞ്ചെക്ഷൻസ് തരേണ്ടി വരും. പിന്നെ ഒരു ഫൈനലായിട്ട് നമ്മൾ നോക്കേണ്ടത് യൂട്രസിനോ ഫെലോപ്പിയൻ ട്യൂബ്സിനോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലെന്ന് നോക്കണം. പലരും ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല. കുറേ പേര് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തന്നെ കുട്ടികളാവുമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. PCOD ഉള്ളവരുണ്ട്, മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഉള്ളവരുണ്ടാവും. ഈ PCODക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വരുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമോ? അതായത് ട്യൂബിന് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. സോ PCODയുടെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്പർ 1, ഈ ഓവുലേഷൻ നടക്കത്തില്ല, റെഗുലറായിട്ട് പീരിയഡ് ആവത്തില്ല. അതാണ് മെയിൻ കോസ്. കുറേ നാളത്തേക്ക് പീരിയഡ് ആവാതിരുന്നാൽ അത് യൂട്രസിനോ ബ്രസ്റ്റിനോ നല്ലതല്ല. സോ നമ്മൾ ഒരു വർഷത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 ടൈംസ് പീരിയഡ് വരുത്തണമെന്നാണ്. സോ ഒരുപാട് നാൾ പീരിയഡ് ആവാതെ ഇരിക്കാൻ പാടില്ല. യൂഷ്വലി ഫെലോപ്പിയൻ ട്യൂബ്സിന് ഒരു പ്രോബ്ലം അങ്ങനെ വരാറില്ല, അങ്ങനെ ഒരു ബ്ലോക്കോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഇനി നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിന് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി, പീരിയഡ്സ് റെഗുലറാണ്, എന്നാൽ ഓവുലേഷൻ മരുന്നുകൾ കൊണ്ട് മാത്രമാണ് ഓവുലേഷൻ ആവുന്നത്, അല്ലാണ്ട് ഓവുലേഷൻ ആവുന്നില്ല. ഇതിന് എന്തായിരിക്കും കാരണം? ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. നൗ ഫർദർ ട്രീറ്റ്മെൻറ്റ് പോകുന്ന മുമ്പ് നമുക്ക് 2-3 കാര്യങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, യൂട്രസിന് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ. രണ്ടാമത്തത്, ഫെലോപ്പിയൻ ട്യൂബ്സ് നല്ലതാണോ അല്ലേന്ന് നോക്കണം. തേർഡ് തിങ് ഇസ്, ബീജം എങ്ങനെയുണ്ട്, ഒരു സെമൻ അനാലിസിസ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഫൈനലി അണ്ടങ്ങളുടെ എണ്ണം എങ്ങനെയുണ്ടെന്ന് നോക്കണം. 15 വർഷമായ സ്ഥിതിക്ക് ഇനി കുറച്ചുകൂടി പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഈ 4 കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. എല്ലാം നോർമൽ ആണെങ്കിൽ 1 or 2 IUIയും കൂടി ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. IUIയിൽ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 15%. സോ 1 or 2 മാസത്തിനുള്ളിൽ ആയില്ലെങ്കിൽ പിന്നെ IVF കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ PCODക്ക് ഒരുപാട് സിംറ്റംസ് ഉണ്ടല്ലോ. ഒരുപാട് സിംറ്റംസ് നമ്മൾ കണ്ടുവരും. അതിലൊന്ന് ഹെയർ ഗ്രോത്ത് ആയിട്ട് പറയുന്നുണ്ട്. ഇത് എന്തെങ്കിലും സത്യമാണ്? അത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ്. ഹോർമോണൽ ഇപ്പം ഞാൻ കുറേ ആയിട്ട് PCODയിലെ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നു. സോ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളിലും 2 ഹോർമോൺസ് ഉണ്ടാവും. ഫീമെയിലിൻ്റെ ഹോർമോൺസും ഉണ്ടാവും, മെയിൽസിൻ്റെ ഹോർമോണും ഉണ്ടാവും, ദാറ്റ് ഇസ് ടെസ്റ്റോസ്ട്രോൺ. സോ അതിനായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്.
പക്ഷെ ഇതിൻ്റെ ഒരു ഇംബാലൻസ് വരുമ്പോഴാണ്, ദാറ്റ് ഇസ് മെയിൽ ഹോർമോൺസ് കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ PCODയിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത്. സോ അതിൻ്റെ ലെവൽസ് കൂടുമ്പോൾ ഈ ഹെയർ ഗ്രോത്ത് എന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് കാണുന്നത്. പക്ഷേ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഹെയർ ഗ്രോത്ത് വരുന്നത് വെറും PCODക്ക് മാത്രമല്ല. ഇറഗുലർ സൈക്കിൾസ് പീരീഡ് കറക്റ്റ് ആവാന്നത് വെറും PCODക്കല്ല. സോ PCOD തന്നെ ആണോ എന്നുള്ളത് ആദ്യം പോയി ഡോക്ടറെ കണ്ടുപിടിക്കണം എന്നാണ്. കാരണം പല പേരും ചിലപ്പോൾ അണ്ടത്തിൻ്റെ കുറവായിരിക്കാം, പക്ഷേ ഇറഗുലർ സൈക്കിൾസ് ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയ എല്ലാം കണ്ടിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് PCOD ആണ്. അപ്പോൾ അത് ചിലപ്പോൾ തൈറോയിഡിൻ്റെ അസുഖമായിരിക്കാം, പ്രൊലാക്റ്റിൻ ലെവൽസ് കൂടിയിട്ടായിരിക്കാം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇറഗുലർ സൈക്കിൾസ് വരിക. അതേപോലെ ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാലും വെറും PCODയിലല്ല, അതും പല ഹോർമോണൽ ഡിസോർഡേഴ്സ് എന്ന് പറയും, കുഷിങ് സിൻഡ്രോം എന്ന് പറയും, അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ എന്ന് പറയും. ഓക്കെ, മെയിൽ ഹോർമോൺസ് കൂടാനുള്ള കാരണങ്ങൾ വേറെയുമുണ്ട്. അപ്പം അതും കൂടി ആയിരിക്കാം. അപ്പം അതുകൊണ്ട് ഹെയർ ഗ്രോത്ത് ഉള്ള എല്ലാവരും കൂടി ഇങ്ങനെ തന്നെ PCOD ആണ്, എനിക്ക് PCOD ആണെന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ, ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? എൻഡോമെട്രിയോസിസ് ഒരു ക്രോണിക് പ്രോഗ്രസീവ് ഡിസോർഡറാണ്. അതായത് ഇന്നത്തെ സിംറ്റംസ് സമയം പോകുന്തോറും അതിൻ്റെ സിംറ്റംസ് കൂടും. രണ്ടാമത്തെ കാര്യം, ഇതിന് ഈ മരുന്ന് കഴിക്ക് എല്ലാം മാറും എന്ന് പറഞ്ഞിട്ടൊരു മെഡിക്കേഷൻ ഇല്ല. ഇവിടുത്തെ മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പീരീഡ് ആവുന്ന മുമ്പ് പെയിൻ തുടങ്ങും, പീരീഡ് ഉള്ള സമയത്തിന് നല്ല വേദന ഉണ്ടാവും. ചിലപ്പോൾ ഈവൻ മരുന്നെടുത്താലും നമുക്ക് ഒരു ഈ വേദന മാറത്തില്ല. ബന്ധപ്പെടുമ്പോൾ ചിലർക്ക് സിവിയർ ഉള്ളിൽ പെയിൻ ഉണ്ടാവും, മോഷനോ യൂറിൻ പാസ് ചെയ്യാൻ ഡിഫിക്കൽറ്റി ഉണ്ടാകും. എൻഡോമെട്രിയോസിസിൽ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ, സാധാരണ സ്ത്രീകൾക്ക് എന്താണെന്ന് വെച്ചാൽ പീരീഡ് ആകുമ്പോഴത്തേക്ക് അകത്തുള്ള ലൈനിങ് പുറത്തോട്ട് വരും. പക്ഷെ എൻഡോമെട്രിയോസിസ് ഈ ലൈനിങ് യൂട്രസിൻ്റെ ചുറ്റിനുണ്ടാവും. സോ ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞാൽ എന്തൊട്ട്, നമുക്ക് സാധാരണ ഒരു മുറിവുണ്ടെങ്കിൽ ഈ ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞാൽ കണ്ടെടുത്ത് ഒട്ടാൻ തുടങ്ങും. സോ ഉള്ളിൽ ഈ ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒട്ടാൻ തുടങ്ങും. സോ ഈ ഫെലോപ്പിയൻ ട്യൂബ്സ്, ഓവറീസ്, യൂട്രസ് എല്ലായിടത്തും ഒട്ടാൻ തുടങ്ങും. സോ ഒരു നാച്ചുറൽ കൺസെപ്ഷൻ തന്നെ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കുറയുന്നു. നമ്മൾ യൂഷ്വലി ഇതിന് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഇത് ഏത് സ്റ്റേജ് ആണെന്ന് നോക്കണം. വളരെ സിവിയർ ആണെങ്കിൽ, ട്യൂബ്സ് നല്ലതല്ലെങ്കിൽ IVFലേക്ക് പോകണം. പക്ഷെ സിമ്പിളാണ്, ട്യൂബ്സിന് എഫക്റ്റ് ചെയ്തിട്ടില്ല, നമുക്ക് സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ IUI എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തൈറോയിഡിനെ കുറിച്ചിട്ടാണ്. തൈറോയിഡ് എന്ന പ്രശ്നം എനിക്കുണ്ട്. ഇത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുമോ? ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. തൈറോയിഡ് ഒരു പ്രോബ്ലമാണ്. യൂഷ്വലി ഏത് കപ്പിൾസ് നമ്മുടെ അടുത്ത് വന്നാലും നമ്മൾ ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് തൈറോയിഡാണ്. തൈറോയിഡ് നമ്മുടെ എല്ലാ ബോഡിലി ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർഗനാണ്. നമ്മുടെ ഹെയർ ഗ്രോത്ത്, നമ്മുടെ സ്കിൻ, നമ്മുടെ ഹാർട്ട് ബീറ്റ് എല്ലാം തൈറോയിഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തൈറോയിഡ് അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ ഓവുലേഷന് എഫക്റ്റ് ചെയ്യാം. യൂഷ്വലി ഹൈപ്പോ തൈറോയിഡിസമാണ്, അതായത് തൈറോയിഡിൻ്റെ അളവ് ബോഡിയിൽ കുറവാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ തൈറോയിഡ് സപ്ലിമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. ഒരു കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു എയിം എന്താണെന്ന് വെച്ചാൽ TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, എപ്പോഴും 2 and 3 ഇടയിലായിരിക്കണം. അത് കൺട്രോൾ ആയതിനു ശേഷമാണ് നമ്മൾ യൂഷ്വലി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ IVFിൻ്റെ IUIനെ കുറിച്ച് സംസാരിച്ചില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വിമൺ ആൻഡ് ഫെർട്ടിലിറ്റി സെൻ്ററിൽ ഏകദേശം എത്രയൊരു എമൗണ്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിനൊക്കെ വരുന്നത്? IUI ഒരു ബേസിക് പ്രൊസീജിയറാണ്. ബന്ധപ്പെടുന്നതിൻ്റെ കുറച്ചൊരു ആഡഡ് ഹെൽപ്പാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിന് പ്രൊസീജിയർ, മെഡിസിൻസ് അടക്കം ഒരു 10,000 to 12,000 ആണ് റഫ്ലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. IVF എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഒരു എലാബറേറ്റ് പ്രൊസീജിയർ ആയതുകൊണ്ട് നമുക്കത് എവിടെ ചെയ്താലും യൂഷ്വലി ഒരു 1.5 അടുത്ത് എന്തായാലും വരും എന്നാണ്. പ്രൊസീജിയർ, മെഡിസിൻസ് എല്ലാം കൂട്ടിയിട്ടാണ് പറയുന്നത്. ± ഒരു 20,000. ഈ ± 20,000 എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല മെഡിസിൻസ് ഉണ്ടാവുക. അണ്ണം കുറവായിട്ടുള്ളവർക്ക് കുറച്ച് കൂടുതൽ മെഡിസിൻസ് വേണ്ടി വരും. PCOD ഉള്ളവർക്ക് കുറച്ച് കൂടുതൽ ദിവസം ഇഞ്ചെക്ഷൻസ് വേണ്ടി വരിക. സോ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു ± 20,000 ആണ്.
അതേപോലെ തണുപ്പിച്ച് വെക്കണമെങ്കിലും നമുക്ക് അതേപോലെയാണ്. ഒരാൾക്ക് ഒരു തവണ ചെയ്യാനുള്ളതായിരിക്കും കിട്ടുന്നത്. ഒരു ചില പേർക്ക് 5 തവണ ചെയ്യാനുള്ളതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഫ്രീസിങ് കോസ്റ്റ് ഒക്കെ വേരി ആവും, ഓരോരോ ആൾക്കും വേരി ആവും. സോ എക്സാക്ട് എമൗണ്ട് നമുക്ക് ഇത്രയേ ആവുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് റഫ്ലി അറൌണ്ട് 1.5 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ EMI ഫെസിലിറ്റിയും കൂടി അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 1.5 എന്ന് പറയാൻ ഒറ്റയടിക്ക് അടയ്ക്കാനുള്ളതല്ല, സെപ്പറേറ്റ് ആയിട്ടാണ് മെഡിസിൻസ് എല്ലാം കൂടി അടക്കമാണ് പറഞ്ഞത്. സോ എല്ലാം ഡിഫറെൻറ്റ് സ്റ്റേജസിലായിരിക്കും നമുക്ക് അടയ്ക്കേണ്ടി വരിക. നമ്മളിപ്പോൾ PCODനെയും PCOSനെ ഒക്കെ കുറിച്ച് സംസാരിച്ചു. പക്ഷേ പുരുഷന്മാരുടെ പ്രശ്നങ്ങളിലേക്ക് നേരെ വന്നിട്ടില്ല. അപ്പോൾ പുരുഷന്മാർക്ക് ഈ ഒരു വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് എന്തൊക്കെയാണ്? അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? സോ പുരുഷന്മാരുടെ കൗണ്ട് കുറഞ്ഞാൽ നമ്മളിതിന് ഒളിഗോസ്പെർമി എന്ന് പറയുന്നത്. ഒരു നോർമൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ 39 മില്യൺ ആണ്. ഇതിന് നമുക്ക് ചലനം വേണം, മോർഫോളജി, അതായത് എല്ലാ സ്പേമിന് ഒരു ഹെഡ്, നെക്കും ടെയിൽ വേണം. സോ അതിൽ 100 സെൽസിൽ നമുക്ക് 4 നല്ലതായിരിക്കണം. ഇത് കുറഞ്ഞാൽ യൂഷ്വലി ഒരു നാച്ചുറൽ പ്രഗ്നൻസി ആവാനുള്ള സാധ്യത കുറവാണ്. ഇതിൽ പല കാരണങ്ങളുണ്ടാവാം. ഇൻഫെക്ഷൻസ്, അതായത് ഈ മംസ്, റുബെല്ല, ഈ മുണ്ടൻ നീർ, ഇതൊക്കെ വന്നാൽ കൗണ്ട് കുറയാം. ആക്സിഡൻസ് ഉണ്ടായവർക്ക് ഇതേപോലെ വരാം. കീമോതെറാപ്പി, അതായത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് ഈ കീമോതെറാപ്പി എടുക്കുമ്പോൾ കൗണ്ട് കുറയാം. റേഡിയേഷൻ എടുക്കുന്നവർക്ക് അഗെയിൻ കുറയാം. ബട്ട് ഒരു 40% പിന്നെ ബാരിക്കോസിൽ എന്ന് പറഞ്ഞാൽ ഈ ഞരമ്പെല്ലാം വീർത്തിരിക്കുമ്പോൾ ആ ചൂട് കാരണം മോട്ടിലിറ്റി കുറയും. ഈ ടൈറ്റ് ക്ലോത്ത്സ് ഇല്ലെങ്കിൽ ഈ ഒരുപാട് ഹീറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് കൗണ്ട് കുറയാം. ബട്ട് ഓൾമോസ്റ്റ് ഒരു 40 to 50% ആൾക്കാർക്ക് ഒരു കാരണമല്ലാതെ കൗണ്ട് കുറയാം. അപ്പോൾ ഡോക്ടർ, നമുക്ക് നമ്മുടെ സെൻറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം ട്രീറ്റ്മെൻ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഉള്ള ഡൗട്ടാണ്, IVFനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, ICSIയെ കുറിച്ചിട്ട്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? ഇതൊക്കെ പെയിൻഫുൾ ആണോ? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ IVF ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് ആവശ്യമാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഇവിടെ നിലയിൽ നമുക്ക് A to Z എല്ലാ കൈൻഡ് ഓഫ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്. ഓവുലേഷൻ, ചെറിയ രീതിയിൽ കൗൺസിലിംഗ് മുതൽ ചില പേർക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല, സെക്ഷൽ കൗൺസിലിംഗ് മതിയായിരിക്കും. സോ കൗൺസിലിംഗ് മുതൽ അണ്ടം വളരാനുള്ള മരുന്ന്, IUI, IVF, ICSI, പിന്നെ അതേപോലെ ബീജമില്ലാത്തവർക്ക് കുത്തിയെടുത്ത് ചെയ്യുന്ന ഫെസിലിറ്റി. ഇനി ലാപ്രോസ്കോപ്പി ആണ് ആവശ്യം വരുവാണ്, ലാപ്രോസ്കോപ്പി. എല്ലാ വിധമായ ട്രീറ്റ്മെൻറ്റും ഇവിടെ നിലയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ IVFും ICSIയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, IVF എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ അണ്ടം വരാനുള്ള മരുന്ന് തരുന്നു, എന്നിട്ട് അണ്ടം പുറത്തെടുക്കുക. ബേസിക്കലി ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്ന് പറയുന്നത് രണ്ടും പുറത്ത് വെച്ച് യോജിപ്പിച്ച് ഭ്രൂണം ഉണ്ടാക്കുന്നതാണ്. IVFിൽ നമ്മൾ അണ്ടം എടുത്തിട്ട് ബീജമും അണ്ടമും ഒരു ഡിഷിലാക്കി ഇൻക്യുബേറ്റ് ചെയ്യുവാണ്. ഇറ്റ്സ് അപ് ടു ദ സ്പേംസ് പോയിട്ട് അണ്ടത്തിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ബീജം നല്ല കുറവാണ്, അപ്പോൾ അവർക്ക് IVF ചിലപ്പോൾ സൂട്ടബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല. സോ അത് കഴിഞ്ഞിട്ട് വന്ന ഒരു ചികിത്സയാണ് ICSI എന്ന് പറയുന്നത്. ICSIയിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോരോ അണ്ടത്തിൻ്റെ ഉള്ളിലും ഓരോരോ സ്പേമായിട്ട് ഇൻജെക്റ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട്, ഇതിനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ചെയ്യുക. സോ ഓരോരോ അണ്ടത്തിൻ്റെ ഉള്ളിലും ഓരോരോ സ്പേം ഇൻജെക്റ്റ് ചെയ്ത് അതിനെ ഭ്രൂണാക്കി മാറ്റും. സോ അതാണ് ICSI എന്ന് പറയുന്നത്. സോ പെയിൻഫുൾ ആണോ എന്നുള്ളതാണെങ്കിൽ ഇഞ്ചെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. സോ അതിൻ്റെ ഒരു പെയിൻഫുൾ പാർട്ട് ആണെന്ന് പറയാം. ഇപ്പോൾ ലൂട്ടിയൽ സപ്പോർട്ട്, ഭ്രൂണം വെച്ച് കഴിഞ്ഞിട്ടും നമുക്ക് ഒരുപാട് ഇഞ്ചെക്ഷൻസും സപ്പോർട്ട് വേണ്ടി വരും. സോ ഇഞ്ചെക്ഷൻസ് ഉണ്ടാവാം, ഗുളികയുണ്ട്. ഇപ്പം നമ്മളൊക്കെ മിക്കവാറും പേഷ്യൻസിന് ടാബ്ലറ്റ്സ് കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ നോക്കുവാണ്. സോ കാരണം നമുക്ക് നല്ല പൊട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻസും വന്നിട്ടുണ്ട്. കുറച്ച് പേഷ്യൻസിന് എന്തായാലും ഇഞ്ചെക്ഷൻസ് വേണ്ടി വരാറുണ്ട്. അല്ലാതെ എടുക്കുന്ന പ്രൊസീജിയർ പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം അത് നമ്മൾ അണ്ടർ അനസ്തീഷ്യ ആണ് ചെയ്യുന്നത്. സോ അതത്ര പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല. പിന്നെ
അയ്യോ റെസ്റ്റിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ റെസ്റ്റ് ആവശ്യമില്ല. റെസ്റ്റ് ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കിടന്നാൽ എന്തായാലും പോസിറ്റീവ് ആവും അല്ലെങ്കിൽ ആവില്ല എന്നുള്ളത് തീരെ അല്ല. സോ ബേസിക്കലി പുറത്തൊക്കെ ഇത് ഡേ കെയർ പ്രൊസീജിയർ ആയിട്ടാണ് ഈ എംബ്രിയോ ട്രാൻസ്ഫർ ഒക്കെ നടത്തുന്നത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി സൂക്ഷിക്കാൻ വേണ്ടിയാണ് മേ ബി ചില സെൻറ്റേഴ്സിലൊക്കെ ഒരു ദിവസത്തിൻ്റെ അഡ്മിഷനോ അല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള കിടത്തുന്നതോ അതൊക്കെ ചെയ്യുന്നത്. ബട്ട് നമ്മൾ അഡ്മിഷൻ പറയാറില്ല. നമുക്ക് അന്ന് രാവിലെ ചെയ്താൽ വൈകുന്നേരം വീട്ടിൽ പോവാമെന്നാണ്. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് തീരെ ആവശ്യമില്ല. ആ സമയത്ത് നമ്മൾ സ്ട്രെയിൻ ചെയ്യാതെ ഇരുന്നാൽ മതി. ഹെവി വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യാതെ പറ്റുന്നത്രയും ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ലൈഫിന് സ്ട്രെസ് ഫ്രീ ആയിട്ട് പാട്ട് കേൾക്കുക, മെഡിറ്റേഷൻ, യോഗ, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. അതിന് പലരും IVFലോട്ട് പോവാണ്ടിരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് സൊസൈറ്റി മൊത്തത്തിൽ ചിന്തിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് മറ്റൊരാളുടെ അണ്ടവും ബീജവും ഉപയോഗിച്ചിട്ടാണോ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്, അങ്ങനെ വല്ല പ്രൊസീജിയറാണോ ഇത് എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ആ കാരണത്താൽ ട്രീറ്റ്മെൻറ്റിന് പോവാതിരിക്കുന്നവരാണ് കൂടുതൽ പേര്. അതിനെന്താ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും പ്രേക്ഷകർക്ക്? സ്വന്തം അണ്ടം വെച്ചിട്ടും ബീജം വെച്ചിട്ടും തന്നെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. പറയാതെ ഏതൊരു സെൻറ്ററിനും അണ്ടമോ ബീജമോ മാറ്റാനുള്ള റൈറ്റില്ല. ഇപ്പോൾ അണ്ടം തീരെ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഡോക്ടർ സാറ് പറഞ്ഞ പോലെ അണ്ടം തീരെ ഇല്ലാത്തവർക്ക് ഡോണർ എഗ് പ്രോഗ്രാം അവൈലബിൾ ആണ്. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് അവർക്ക് അണ്ടം കുറവാണെങ്കിൽ കൗൺസിൽ ചെയ്തിട്ട് അവരുടെ കൺസെൻറ്റ് സമ്മതം കിട്ടിയിട്ടാണ് നമുക്ക് അണ്ടമോ ബീജമോ വേറെ വെക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ യൂഷ്വലി അണ്ടം ഉള്ളവർ അവരത് തന്നെയാണ്. ഇപ്പോൾ IVF ഇൻ ജനറൽ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ മാറ്റാനുള്ള റൈറ്റൊന്നുമില്ല, മാറ്റാറുമില്ല. ഡോക്ടർ, IVFൻ്റെ ഒരു സക്സസ് റേറ്റ് എങ്ങനെയാണ്? സോ IVFൻ്റെ സക്സസ് റേറ്റ് ബേസ് ചെയ്യുന്നത് ഒരു 3-4 ഫാക്ടേഴ്സ് ഉണ്ട്. ഈ വരുന്ന ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ഏജ്, ഇതിൻ്റെ കാരണങ്ങൾ എന്താ, നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താ. നൗ ഏജ് കൂടുന്തോറും സക്സസ് റേറ്റ് കുറയും. ചില കണ്ടീഷൻസ് സക്സസ് റേറ്റ് കുറവാകും. എന്ന് വെച്ചാൽ ചിലവർക്ക് പോർ ഒവേരിയൻ റിസർവ് ഉണ്ട്, അതായത് അണ്ടങ്ങളുടെ എണ്ണോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാണ്, അവർക്ക് സക്സസ് റേറ്റ് അല്പം കുറയും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസോ ഇല്ലെങ്കിൽ നമ്മുടെ ലാബിൻ്റെ ഫെസിലിറ്റീസും വെച്ചിരിക്കും. ജനറലി IVF എന്ന് പറഞ്ഞാൽ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 40 to 50% ആണ്. അത് എവിടെ പോയാലും സക്സസ് റേറ്റ് തന്നെയാണ്. വിദേശത്തിൽ പോയാലും നമുക്ക് നാട്ടിലാണെങ്കിലും. ചിലവർ പറയും വാ ഈ സെൻറ്ററിലോട്ട് വാ, അവിടെ 90% സക്സസ് റേറ്റ് ഉണ്ട്, 100% സക്സസ് റേറ്റ് ഉണ്ട്. ബട്ട് ഒരിടത്തും അങ്ങനെ ഇല്ല. സക്സസ് റേറ്റ് 32 ഇയേഴ്സിൻ്റെ താഴെയാണെങ്കിൽ ഏകദേശം ഈ 40 to 50% ആണ്. ആൻഡ് ഏജ് കൂടുന്തോറും ഈ സക്സസ് റേറ്റ് കുറയും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഓവുലേഷൻ കഴിഞ്ഞാൽ റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഓവുലേഷൻ കഴിഞ്ഞാൽ എല്ലാ വിമനും ഓവുലേറ്റ് ചെയ്യുവാണ്, എല്ലാവരും ഓവുലേറ്റ് ചെയ്യാണ്. ഇപ്പം പണ്ടത്തെ ആൾക്കാരെല്ലാം നോർമലായിട്ട് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നവരും ഗർഭമാവാറുണ്ടല്ലോ അല്ലേ. സോ അതുകൊണ്ട് ഓവുലേഷൻ കഴിഞ്ഞാൽ റെസ്റ്റിൻ്റെ ആവശ്യമോ അല്ല അതിനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതോ വേറെ ഒന്നുമില്ല. ഓക്കെ, റെഗുലർ ആയിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് അത് മാത്രമാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അത് കഴിഞ്ഞാൽ റെസ്റ്റിൻ്റെ ആവശ്യം റെസ്റ്റ് കാരണം കൊണ്ട് ഗർഭം ആവാതെ ഇരിക്കുന്നതോ അല്ല അബോർഷൻ ആയി പോകുന്നതോ അതൊന്നും നടക്കൂല. പിന്നെ അതേപോലെ ഈവൻ പ്രഗ്നൻ്റ് ആയ പോലെ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും റെസ്റ്റിൻ്റെ ആവശ്യം വരാറില്ല. സാധാരണ നമ്മുടെ ശീലമുള്ള ജോലികൾ നമ്മൾ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഡോക്ടേഴ്സ് ഓൾറെഡി തന്നു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ നില വുമൺ ആൻഡ് ഫെർട്ടിലിറ്റി സെൻ്ററിലോട്ട് വരാം. നമ്മുടെ ഡോക്ടേഴ്സിനോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. ഫസ്റ്റ് കൺസൾട്ടേഷനും ഫസ്റ്റ് സ്കാനിങ്ങും കൗൺസിലിംഗ് ഒക്കെ തികച്ച സൗജന്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഡോക്ടേഴ്സിനോട് പറയാനുള്ളത്, ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ടൈം സ്പെൻഡ് ചെയ്തതിന് എനിക്കും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം വിനിയോഗിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ചിലർക്ക് ഗർഭിണിയാകുന്നത് അവർ വിചാരിച്ചതിലും ബുദ്ധിമുട്ടാകാം. എന്നാൽ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അതിനെ തരണം ചെയ്ത് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ
ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ മികച്ച സേവനം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. മാതൃത്വത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങളോടൊപ്പം. നീല ഫെർട്ടിലിറ്റി സെന്റർ, സൂര്യ ഹോസ്പിറ്റൽ.